ഹായ് നമസ്കാരം. അവിയൽ ആർക്കയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലെ ബാലിദീപ് ഫെസ്റ്റ് 2025 നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കണ്ടാലോ? നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ ഫെസ്റ്റിന്റെ പേര് പോലെ തന്നെ ബാലിദീപ് ആയിട്ടുള്ള ആംബിയൻസ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഫോട്ടോ പോയിന്റ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് ഒരു പാർക്കിൻ്റെതായിട്ടുള്ള ആംബിയൻസും അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അലങ്കാര മത്സ്യങ്ങളുടെ ചെറിയ ചെറിയ പോണ്ടുകളും ഇവിടെയുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. മെയിനായിട്ട് ഇവിടെ ഉള്ളത് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റുന്ന സ്പോട്ടുകൾ തന്നെയാണ്. ഫോട്ടോ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് ബാലിദ്വീപ് ഫെസ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ വാട്ടർ ഡാൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് നമുക്കിവിടെ ഇരിപ്പിടങ്ങളും ഇരുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഇരിപ്പിടങ്ങളും ഇവിടെ ഉണ്ട്. ചെറിയ ചെറിയ പാറക്കല്ലുകളുടെ ഇടയിലൂടെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ വലിയ അക്യൂറത്തിലേക്കുള്ളതാണ്. വലിയ വലിയ അലങ്കാര മീനുകളുടെ കാഴ്ചയാണ് ഇവിടെ നമുക്ക് ഉള്ളത്. എനിക്ക് ഇവിടുത്തെ മീനുകളുടെ പേരുകളൊന്നും അറിയില്ല. അറിയുന്നവർ കമന്റിൽ കൂടെ പറയുക. എനിക്കിവിടെ ഇഷ്ടമായത് കുഞ്ഞു കുഞ്ഞു മീനുകളുടെ നല്ല കളർഫുൾ ആയിട്ടുള്ള മീനുകളെയാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായത്. അതിങ്ങനെ പോകുന്ന കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ഇതിനുള്ളിലൂടെ നടക്കുമ്പോൾ എനിക്ക് കടലിനടിയിൽ കൂടെ നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇത് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ നമുക്ക് സ്റ്റോളുകളാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്, ടോയ്സ് ഉണ്ട്, വീട്ടാവശ്യത്തിലേക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ടുവരാം. പുത്താമ്പള്ളി കൈത്തറി സാരികൾ ഇവിടെ ഉണ്ട്. ബുക്ക് സ്റ്റോളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഫാൻസി ഐറ്റംസ് ഉണ്ട്, കീ ചെയിൻ ഐറ്റംസ്, മിഠായികളുണ്ട്. പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള മിഠായികൾ, കളർഫുൾ ആയിട്ടുള്ള മിഠായികളാണ് ഇവിടെ ഉള്ളത്. പിന്നെ വീട്ടാവശ്യത്തിലേക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് അടുക്കള ആവശ്യത്തിൽ പെരുമാറാനുള്ള സാധനങ്ങൾ, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ടോയ്സും ഇവിടെ ഉണ്ട്. ഡ്രസ്സിൻ്റെതായിട്ടുള്ള ഒരുപാട് കൗണ്ടറുകൾ ഇവിടെ ഉണ്ട്. ബെഡ്ഷീറ്റ്, കർട്ടൻസ്, സാരികള് എന്നിവിടെ എല്ലാം കളക്ഷൻസ് ഇവിടെ ഉണ്ട്. പിന്നെ ഉള്ളത് ബാഗ്, വാലറ്റ്, പേഴ്സ് എന്നിവയുടെയൊക്കെ കൗണ്ടേഴ്സും ഇവിടെ ഉണ്ട്. പിന്നെ ഉള്ളത് ലേഡീസിന്റെ ഐറ്റംസ് ആണ്, ഫാൻസി ഐറ്റംസ് ആണ്. നിറച്ച് കുപ്പിവളകള്, അല്ലാത്ത മെറ്റൽ വളകള്, മാലകള്, നെക്ലേസ് ടൈപ്പുകള്, ക്ലിപ്പുകള്, ചെറിയ ചെറിയ ക്ലിപ്പുകൾ, അതൊക്കെ നല്ല കളർഫുൾ ആയിട്ടാണ് ഉള്ളത്. ഓണത്തിന് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കുകയൊക്കെ ചെയ്യാട്ടോ. പുതിയ പുതിയ മോഡൽ മാലകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ചെറിയ ചെറിയ മുത്തുമാലകൾ, പഴയ കാലത്തുള്ള മുത്തുമാലകൾ എല്ലാം ഉണ്ട്. പാലക്ക മാലയൊക്കെ ഉണ്ട്. പുതിയ സ്റ്റൈൽ മാലകളൊക്കെ ഇവിടെ ഉണ്ട്. ബ്രേസ്ലെറ്റുകള്, കമ്മലുകള്, പുതിയ പുതിയ ടൈപ്പ് കമ്മലുകള്. ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു മാലയും കമ്മലും മോതിരവും ഒക്കെ. പിന്നെ കളർഫുൾ ആയിട്ടുള്ള സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ കോലാപ്പൂരിയുടെ ചെരുപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. ആദിവാസിയുടെ ഹെയർ ഓയിൽ ഉണ്ട്. അച്ചാറുകളൊക്കെ ഉണ്ട്. തേൻനെല്ലിക്ക, മാങ്ങച്ചാറ്, നാരങ്ങ പുളിയിഞ്ചി അച്ചാറ്, അങ്ങനെയുള്ള ഒരുപാട് അച്ചാറുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഉള്ളത് ഫുഡ് കോർട്ടാണ്. ചെറിയ ചെറിയ റൈഡുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഗെയിമുകളും ഇവിടെ ഉണ്ട്. ഇവിടെ കയറുന്നതിന് ടിക്കറ്റ് ചാർജ് ഉണ്ട്. 100 രൂപയാണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ് വരുന്നത്. അപ്പൊ എല്ലാവരും ഈ എക്സ്പോയിലേക്ക് വരിക, കാണുക, എൻജോയ് ചെയ്യുക. താങ്ക്